Hello guys. എന്ത് പറയാം, this is a video about Linux and Linux based operating systems. So നമ്മൾ അതിൽ ഒരു സീരീസിൻ്റെ എന്താ പറയുക, ഒരു മിനിറ്റ് ഫാൻ പറയട്ടെ, അതിൻ്റെ ലിനക്സിൻ്റെ സീരീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻ്റെ ചാനലിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്ത് വിടാമെന്നുള്ളത്. സോ അബൌട്ട് ലിനക്സ്, വാട്ട് ഈസ് ലിനക്സ്, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അബൌട്ട് ലിനക്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So first we need a system. So pick this one. This is not this one. So and this system has a problem. It is Ubuntu ആണുള്ളത്. Ubuntu എന്ന് പറഞ്ഞാൽ ലിനക്സിൻ്റെ ഒരു OS ആണ്. ലിനക്സ് ആ ഒരു കേർണലാണ്. സോ അതിൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് Ubuntu. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലാപ്ടോപ്പ്. അപ്പോൾ അത് നമ്മുടെ ലിനക്സ് ആണ് ഇതിൽ നമ്മൾ ബൂട്ട് ചെയ്യുന്നത്. സോ എന്തോ പ്രശ്നമുണ്ടോ? സോ ദിസ് കുറേ കാലം ഇത് തുറന്നിട്ട്, ഇറ്റ്സ് ബീൻ 2-3 years since I opened this laptop. So let's see what happens. Is that OS crashed? ഞാനിതിൽ ലിനക്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ പല ലിനക്സ് ഇപ്പോൾ ഷെൽ സ്ക്രിപ്റ്റും OS ലെവൽ ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ലിനക്സാണ്, നമുക്കെല്ലാം ഫ്രീഡം ഉണ്ട്. ഞാൻ റൂട്ട് പാസ്വേഡ് അടിച്ച് പലതും അങ്ങ് ചെയ്യും, അപ്പോൾ OS അങ്ങ് ക്രാഷ് ആവും. സോ ദിസ് ഹാസ് എ പ്രോബ്ലം കേട്ടോ. ഡിസ്പ്ലേ പോക്കാണ്. കീബോർഡ് ചില കീസ് നോട്ട് വർക്കിംഗ്. സോ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ബട്ട് വി ഹാവ് സൊല്യൂഷൻസ് ഫോർ ദാറ്റ്. അപ്പം നമുക്ക് ആ സൊല്യൂഷൻസിന് നോക്കാം. എനിക്കിതിൻ്റെ പാസ്വേഡ് ഓർമ്മയില്ല, നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. സോ ആൻഡ് വി ഹാവ് എ ന്യൂ കീബോർഡ് ഹിയർ ആൻഡ് എ മൗസ് സെറ്റ്. സോ ദിസ് തിങ് ഈസ് ഹിയർ. ആൻഡ് ഇത് മാത്രം പോരാ, നമുക്കൊരു ഡിസ്പ്ലേ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം. സോ ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഹലോ ഗൈസ്. സോ നമ്മൾ എന്ത് ചെയ്തു, സെറ്റപ്പ് ഒന്ന് മാറ്റി. ആൻഡ് നമ്മളൊരു മോണിറ്റർ, നമ്മളിപ്പോൾ ഇത് വീട്ടിലെ സ്മാർട്ട് TV ആണ്, അത് ഞാനിങ്ങ് എടുത്തു എന്ന് പറയാമല്ലോ. HDMI കണക്ട് ചെയ്ത് നമ്മളിത് മോണിറ്റർ ആക്കാൻ പോകണം. സോ ഇതിലായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ സ്ക്രീൻ റെക്കോർഡർ ഇല്ല, കൊണ്ടില്ല, എന്താ ഒരു ഐഡിയ ഇല്ല അതിൻ്റെ അവസ്ഥ എന്താ OS എന്ന്. 2-3 വർഷം ഞാൻ ലാപ്ടോപ്പ് തുറന്നിട്ട്. സോ ദർ ഇസ് നോ സിഗ്നൽ. സോ നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. സോ ലാപ്ടോപ്പ് എടുക്കുന്നു, ഹിയർ ലാപ്ടോപ്പ് വെച്ചു, സെറ്റപ്പ്. സോ ഈ മൗസിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. There you have it. Okay. Oh, this is all messed up. ഞാനൊന്ന് കണക്ട് ചെയ്തിട്ട് വരാം. നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ കാത്തിരിക്കുന്നു. ഞാൻ HDMI മാറ്റിയിട്ടുണ്ട്. സോ സ്റ്റിൽ വെയിറ്റിംഗ്. മൗസ് വർക്കിംഗ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. Come on, ra. Yes. Okay. So what happened? Guys, എനിക്കറിയില്ല എന്താണ് ഈ OSൻ്റെ ഉബുണ്ടുവിൽ എന്താ അവസ്ഥയെങ്കിൽ ലിറ്ററലി ഐ ഡോണ്ട് നോ ദ പാസ്വേഡ്. ഈ ഉബുണ്ടു സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എന്താണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. സോ ബിക്കോസ് ആ ഒരു സ്റ്റേജാണ് നിൽക്കുന്നത്. സോ നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലിനക്സിനെ കുറിച്ചും ഓപ്പൺ സോഴ്സ്, നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യാൻ പോകുന്നത് ലിനക്സ്, വേരിയസ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ ട്രൈ ചെയ്യും. കാളി ലിനക്സ് ഒക്കെ പോലത്തെ സാധനങ്ങൾ, അതൊക്കെയാണെങ്കിൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിൽ
ഒരുപാട് OS ഉണ്ട്. അതിലൊന്നാണ് കാളി ലിനക്സ്. അത് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. പിന്നെ ഉബുണ്ടു. ഇതല്ലാതെ ഫെഡോറ, ആർച്ച് ലിനക്സ്, ലിനക്സ് മീൻറ്റ്, ഇങ്ങനെ ഇന്യൂമറസ് ഡെബിയൻ OSകൾ, ഇഷ്ടംപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യു ക്യാൻ നോ. അപ്പോൾ അതിനെല്ലാം നമ്മളിവിടെ പരിചയപ്പെടുത്തും. അതിനെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യും, അതിലെല്ലാം നമ്മൾ കോഡ് ചെയ്യും. അതിലെല്ലാത്തിനും നമ്മൾ ഷെൽ സ്ക്രിപ്റ്റുകൾ, ഓരോന്നിനും ഓരോ ടെർമിനലായിരിക്കും. ആ ടെർമിനലിലുള്ള വേരിയസ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ലിനക്സ് സീരീസാണ് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് we have a lot to experiment with Linux and it's absolutely fun. നമുക്ക് അതിലോട്ട് കാണാം. അപ്പം it is still here, so let me figure it out. What happened? Okay, this is I don't know if it is the password. No, password is not it. Is that some? So let's reset the Ubuntu system. Okay, നമുക്ക് തുടങ്ങാം. യെസ് ഗായ്സ്, ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തപ്പം ഇത് വന്നു. സംഭവം എന്താണെന്നറിയോ, ഇതിൻ്റെ സെറ്റിങ്സിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക് സ്പേസിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷനാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മറന്നുപോയി ഇതൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്ത് തുടങ്ങാം. സോ വാസ് ദ മൗസ്. മൗസിൻ്റെ സ്പീഡൊക്കെ ഗൗതം നോക്കൂ ഉബണ്ടോ. പാസ്വേഡ് എന്താ? not listed. Get it 1 2 3. No guys, we forgot the password, so we are going to reboot the Linux. നമ്മൾ Linux OS എന്ത് ചെയ്യാൻ പോകണം, റീബൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിലുള്ള ലിനക്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്ത് പുതിയ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ അത് നമ്മൾ ചെയ്യാൻ പോവാണ്. For installing a new device we need another system. So there you have it. മാറി നിൽക്ക് ചാർജറേ, ഹെഡ്സെറ്റോ മാറി നിൽക്ക്. Come on here, just open the guys. Yeah, okay, just this one. So ബാക്കിയുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഉബുണ്ടു ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഉബുണ്ടു എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ആക്സെപ്റ്റ് ഓൾ ദ കുക്കീസ് കൊടുക്കാം. ദ സ്റ്റേറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സപ്ലൈ ചെയിൻ 2025 റിസർച്ച്. ഇതാണോ? ഇതെന്ത് തരിക നമുക്ക്? എവിടെ ഇപ്പോൾ കിട്ടുക? മോഡേൺ. ഒരു കാര്യം ചെയ്യാം, ഉബുണ്ടു ഡെസ്ക്ടോപ്പാണ് വേണ്ടത്. ഡിസ്കവർ ഉബുണ്ടു ഡെസ്ക്ടോപ്പ്. Download Ubuntu desktop. Is 5.9 GB. What happened? Yes, location. I am put it in pictures on the documents on the desktop. Is a new folder. OS series. I don't know if Mac has this enough storage ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് എന്നാലും നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തേ പറ്റുള്ളൂ. സോ ഇറ്റ് ടേക്സ് അറൗണ്ട് 22 minutes. 5.9 GB ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ടൈം. ഓക്കെ, ഇവിടെ നമ്മളെ ഉബുണ്ടു സിസ്റ്റം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആ ഡൗൺലോഡ് ചെയ്ത ഉബുണ്ടു നമ്മളൊരു പെൻഡ്രൈവിലോട്ട് ഫ്ലാഷ് ചെയ്യും. ആ ഫ്ലാഷ് ചെയ്തതിന് ശേഷം നമ്മളത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. സോ ആ കംപ്ലീറ്റ് സ്റ്റെപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഇനിയിപ്പോൾ അതെങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. മാക്കിലിപ്പം എങ്ങനെയാണ് USB ബൂട്ടുകൾ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. സോ എനിക്കറിയാത്തൊരു കാര്യമാണ് അത്. അപ്പോൾ നമ്മൾ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ആ കണ്ടുപിടുത്തവും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലുണ്ടായിരിക്കും. സോ ദാറ്റ് ഷുഡ് ബി ഇൻ ദിസ് വീഡിയോ. ഓക്കെ, വി ഗോട്ട് 3G. I am totally stuck here because ഈ പെൻഡ്രൈവിലൊരു പ്രശ്നമുണ്ട്.
ഇത് നമുക്കിപ്പോൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ FAT എന്ന് പറഞ്ഞൊരു ഫയൽ സിസ്റ്റം ഉണ്ട്. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. FAT എന്ന് പറഞ്ഞ ഫയൽ സിസ്റ്റമാണ് നമുക്കെന്ത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് റൺ ചെയ്യണമെങ്കിൽ FAT ഫയൽ സിസ്റ്റമാണ് നമ്മൾ ഇതിൽ പാർട്ടീഷൻ ചെയ്യേണ്ടത്. സോ ഈ പെൻഡ്രൈവിന് പാർട്ടീഷൻ ചെയ്യേണ്ടത്. സോ ബട്ട് കറൻ്റ്ലി ദിസ് പെൻഡ്രൈവ് ഇൻ എ സ്റ്റേജ് ദാറ്റ് ഇറ്റ് ഹാസ് എ മാക് പാർട്ടീഷൻ. മാക്കിൽ പാർട്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാസ്വേഡ് വെച്ച് ലോക്കാണ് പെൻഡ്രൈവ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഞാനിതിൽ കണക്ട് ചെയ്യുമ്പോഴോ ഇതാക്കുമ്പോഴോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ബിക്കോസ് ഞാനത് ഓൾവേസ് ഈ മാക്കിൽ ഇത് കണക്ട് ചെയ്യുമ്പം പാസ്വേഡോ അങ്ങനത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ വേറെ ഏതെങ്കിലും മാക്കിലോ വിൻഡോസിലോ എന്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിലും ഇറ്റ് വിൽ ആസ്ക് എ പാസ്വേഡ്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ ആ പാസ്വേഡ് ഞാൻ മറന്നുപോയി. സോ ടോട്ടലി ദിസ് പെൻഡ്രൈവ് ഈസ് ഫോർ നത്തിങ്. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഫിഗർ ഔട്ട് ചെയ്യണം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സീരീസ് ഇപ്പോൾ എന്താവുന്നുള്ള ഒരു നാളെ 7 മണിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇടണം. ഫസ്റ്റ് എപ്പിസോഡ് ഇടുമ്പോഴേക്കും ഇങ്ങനെ നെക്സ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. വേറെ പെൻഡ്രൈവ് ഇട്ടു നോക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താണ് ഇപ്പോൾ ഒരു വഴിയുള്ളത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് നെക്സ്റ്റ്. ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ആലോചിച്ചിട്ട്. ഗൈസ്, പെട്ടു 3G. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻഡ്രൈവ് എൻ്റെ വേറെ പെൻഡ്രൈവ് ഇല്ല. സോ നമ്മൾ എങ്ങനെ ലിനക്സ് ബൂട്ട് ചെയ്യും? പക്ഷേ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇനി ഈ പെൻഡ്രൈവ് ഇപ്പം എങ്ങനെയാണെന്ന് റേസ് ചെയ്തിട്ട് അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പെൻഡ്രൈവ് പോലും റേസ് ചെയ്യാൻ അതിനകത്ത് നീയൊക്കെ എന്താണെന്നല്ലേ. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ വിൻഡോസ് മെഷീനും അല്ലേ, അതാണ് ബ്രദർ കൊണ്ടുപോയി. ഒരു രക്ഷയില്ല ഗൈസ്, ലോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾക്ക് ലിനക്സ് ബൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. ലിനക്സ് ഉബുണ്ടു റൺ ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അതെന്തായാലും ഉറപ്പായി. സോ ഫസ്റ്റ് എപ്പിസോഡിൽ അത് കാണാൻ പറ്റില്ല. സോ വാട്ട് ടു ഡു, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ആകുമ്പോൾ എന്തായാലും ഞാനത് സെറ്റാക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇത് പെൻഡ്രൈവ് എടുക്കും. എന്നിട്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യും. ഇത് പെൻഡ്രൈവ് വാങ്ങിച്ചിട്ടെങ്കിലും ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ അതല്ല, ഇതിന് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഇല്ലാതിരിക്കില്ല. റേസ് ചെയ്യാനല്ലേ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് ഓഫ് നോ ഐ ആം നോട്ട് അവെയർ അബൌട്ട് ദറ്റ്. സോ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു ടെക്കും ഏതൊരു കാര്യവും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തു. ഞാൻ ഇപ്പോഴേ പറയുന്നത് ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ സീരീസ്. നമ്മൾ ഓരോ കാര്യം ഇപ്പോൾ എല്ലാ കാര്യവും സോ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതല്ല ഞാൻ ചെയ്യുന്നത്. ഐ ആം റിസർച്ചിങ് ഓൾ ദോസ് സ്റ്റെപ്സ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഇംപ്ലിമെൻറ്റിങ്, ഗെറ്റിംഗ് എറേഴ്സ്, ഗെറ്റിംഗ് സ്റ്റാക്ക്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ആവുമ്പോൾ സോ നമ്മൾ പെട്ടുപോകും. അല്ല, പക്ഷെ അവിടെ പെടരുത്. നമ്മൾ പെടാതെ സൂക്ഷിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ ഗെറ്റ് എന്താ പറയുക, ഓവർകം ചെയ്ത് നമ്മൾ ലെവലായേ പറ്റൂ. സോ എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാനുള്ള മൂടൊക്കെ പോയി. ഇനി ഈ സാധനം എഡിറ്റ് ചെയ്ത് സെറ്റാക്കുന്ന പരിപാടി കിട്ടും. എഡിറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ പെൻഡ്രൈവ് മാക്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തി തരാം. ലൈക്ക് DaVinci Resolve. Those who are interested in content creation or video editing, one of the best software എന്ന് ഞാൻ പറയുള്ളൂ. One of the best software out of the industry, DaVinci Resolve എന്നാണ്. It's available in Linux, Mac and Windows machines. It's a that means it's cross platform machine. ലിനക്സിൽ ഉബുണ്ടുവിലാണ് എനിക്ക് കിട്ടാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ലിനക്സിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ഇപ്പോൾ DaVinci Resolve എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. M1 ഐപാഡിൽ നിങ്ങൾക്ക് DaVinci Resolve എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് സോഫ്റ്റ്വെയർ. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റാണത്. നിങ്ങൾക്കറിയാമോയെന്നറിയില്ല, ചില സിനിമകൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ്സ് എൻ ഓസം. എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ
ഐ എം നോട്ട് എ പ്രോ എഡിറ്റർ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സോ ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ടൂൾ ദാറ്റ് if you are a content creator or if you are a video editor, it's a great tool that you should have. That is DaVinci Resolve. അപ്പം എൻ്റെ കസിൻ്റെ അവൻ പറഞ്ഞത് ഇതിൻ്റെ കളർ ഗ്രേഡിങ് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇങ്ങോട്ട് പോയി നമുക്ക് എന്തായാലും കുറച്ച് നേരം യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വൈബ് അടിച്ചിരിക്കും. ആ വീഡിയോ കാണല്ലേ, കുറച്ച് വൈബ്. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റും, കുറച്ച് ഫുൾ ടൈം ടെക്ക് ആയിട്ട് നടന്നാൽ പോകാം, കുറച്ചൊക്കെ വൈബ് അടിക്കണ്ടേ. സോ നമുക്ക് കുറച്ച് നേരം വൈബ് അടിക്കാം. ലെറ്റ്സ് വൈബ് വിത്ത് മീ. സോ ഗൈസ്, ചായ കുടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നേരം യൂട്യൂബ് കാണാം. നമ്മുടെ ദശമൂലം എൻട്രി. നെക്സ്റ്റ് കോഫി. നിങ്ങൾ വിചാരിക്കുന്നത് ലിനക്സ് സീരീസിൽ എന്താ ഇതിൻ്റെ കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാനും. ഇത് രാവിലത്തെ ഒരുപാട് പണിയിലല്ലേ, അപ്പം കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലിനക്സ് സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വന്നതാണ്. നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി ബൂട്ടബിൾ അതിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനൊന്ന് പുറത്ത് വന്നതാണ്. സോ കുറച്ച് ടൈം ഡിലേ. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട്സ് വന്നു. പിന്നെ അത് അറിയാമല്ലോ, ഫ്രണ്ട്സ് വന്നു, മുക്കത്തൊക്കെ ഒന്ന് പോയി, പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് വേറൊരാളൂടി വന്നത്, ആബലും കൂടി വന്നു. അപ്പോൾ എന്തായാലും വന്നല്ലേ ഞങ്ങൾ. പിന്നെ അവിടെ കുത്തിയിരുന്നപ്പോഴാണ് ഡ്രാഗൺ സിനിമ കണ്ട്. എന്ത് ചെയ്യാനാണ്, അന്നത്തെ ഫുള്ള് പരിപാടി സെറ്റായില്ല. അപ്പോൾ ഡ്രാഗൺ സിനിമ കണ്ടു, കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നാളെ 7 PM അറൗണ്ട് 7 PM ആകുമ്പോൾ നമ്മുടെ ലിനക്സ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഓണാവും. അപ്പം നാളെ നിങ്ങൾ ഇതിപ്പോൾ കാണുമ്പം 26 7 PM കാണുന്നത്. ഇത് എഡിറ്റ് ചെയ്യണം, ലോട്ട് ഓഫ് വർക്ക്സ്. അതിൻ്റെ മുന്നേ എനിക്കും വേറെ കുറേ പരിപാടികളുണ്ട്. എല്ലാം ശരിയാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കാര്യം ഈ ലിനക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇറ്റ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തെറ്റാണ്. ലിനക്സ് ഇസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓഫ് കോഴ്സ് ദർ ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾഡ് ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ട്. അത് ലിനക്സിൻ്റെ പേരിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ലിനക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ OS കേർണൽ. നമ്മുടെ ആൻഡ്രോയിഡ് ഇസ് എ ലിനക്സ് കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഉബണ്ടു ഇസ് എ ലിനക്സ് കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഒരുപാട് ലിനക്സ് കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനാണ് ലിനക്സ് ഡിസ്ട്രോ അല്ലെങ്കിൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ലിനക്സ് ഡിസ്ട്രോസിനെ കുറിച്ച് പരിചയപ്പെടും. നമ്മൾ ഏറ്റവും നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലിനക്സിൻ്റെ ഷെൽ സ്ക്രിപ്റ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. ലിനക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ ലിനക്സ് എന്ന് പറഞ്ഞാൽ ലിനക്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു OSൻ്റെ ഫയൽ സ്ട്രക്ചർ, ഏതെങ്കിലും ഒരു OSൻ്റെ ഷെൽ സ്ക്രിപ്റ്റ്. ഇപ്പം ഉബണ്ടുവിൻ്റെ ഷെൽ സ്ക്രിപ്റ്റും ലിനക്സ് മിൻറ്റിൻ്റെ ഷെൽ സ്ക്രിപ്റ്റും ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ OSനും അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഈവൻ ഗിറ്റ്ഹബിൽ ലിനക്സിൻ്റെ റെപ്പോസിറ്ററി കിടപ്പുണ്ട്. യു ക്യാൻ ക്ലോൺ ആൻഡ് ബിൽഡ് യുവർ ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് ഹൗ ദാറ്റ് മച്ച് ഫ്രീഡം ദാറ്റ് യു ഗെറ്റ് ബൈ യൂസിങ് എ ലിനക്സ് സിസ്റ്റം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എനിക്കറിയാം, ഐ തിങ്ക് ഒരു +2 പോലും എത്താത്ത ഒരു പയ്യൻ സ്വന്തമായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റി. സോ അങ്ങനെയൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് കോറായിട്ട് എല്ലാ സീരീസും മാറ്റി വെച്ചിട്ട് ലിനക്സ് സീരീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം. ഐ ഡോണ്ട് നോ എത്ര എപ്പിസോഡ് ഞാൻ ഇടുമെന്ന് അറിയില്ല, എത്ര ലെങ്തിയുള്ള എപ്പിസോഡ്സ് ഇടുമെന്ന് അറിയില്ല, എന്നാലും ഇത് ഡ്രോപ്പ് ചെയ്യില്ല. എന്തായാലും എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. ലിനക്സ് സീരീസ് ഞാൻ
എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇറ്റ്സ് ബീൻ 4 years സിൻസ് ഐ സ്റ്റാർട്ടഡ് ദിസ് ചാനൽ. സോറി, ദ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ and the intro video it's on 4 years ago. It's 4 years ago. So ഇത്രയും കാലത്തിനിടയിൽ എൻ്റെ ഒരു ഡ്രീമാണ് ലിനക്സിൻ്റെ സീരീസ് എന്ന് പറയുന്നത്. സോ ഐ വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു ഗൈസ്. ഇഫ് യു സ്റ്റേ ട്യൂൺ ദിസ് സീരീസ് യു വിൽ ഗെറ്റ് സംതിങ്. ഗൈസ്, അപ്പം വി ആർ കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ലിനക്സ് സീരീസ്. സോ ഞാനൊരു പബ്ലിക് സ്പേസിലാണ്, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. വി ആർ കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് എപ്പിസോഡ്. സോ ഇപ്പോൾ ടൈം സി ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മൾ ഇത് എന്താ പറയുക, ഈ വീഡിയോ അപ്പ് ചെയ്യാൻ ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ ഞാൻ പറഞ്ഞത് പ്രകാരം. സോ ഇനി ഈ വീഡിയോയും കൂടി ലാപ്പിലേക്ക് ഇട്ട് അതും കൂടി എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അപ്പ് ചെയ്യാൻ. സോ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. അത് തിങ്കളാഴ്ച 5 മണിക്ക് നെക്സ്റ്റ് വീഡിയോ ഉണ്ടായിരിക്കും. സോ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലെറ്റ്സ് റോക്ക് ഗൈസ്.